ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിന്ന് സംസാരിക്കുന്നത് നമ്മുടെ സ്കിന്നും ഗട്ടും തമ്മിലുള്ള ഒരു റിലേഷനാണ്. നമ്മുടെ സ്കിന്നിൽ വരുന്ന പല ഇഷ്യൂസും എങ്ങനെ ഗട്ടായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അതിനു മുന്നേ നമ്മൾ പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യണം വാട്സപ്പിൽ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ജോ ലൈനിൽ വരുന്ന പിമ്പിൾസ്. അപ്പോൾ ജോ ലൈനിൽ വരുന്ന പിമ്പിൾസ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് കാരണമാണ്. ആ ഒരു കണ്ടീഷനെ നമ്മൾ സിബോ എന്ന് പറയുന്നു, സ്മോൾ ഇൻറ്റസ്റ്റൈൻ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത്. രണ്ടാമത്തെ റീസൺ കൊണ്ടും വരാം, അതായത് നമ്മൾ കൂടുതൽ ഷുഗറി ഫുഡ്, നമ്മൾ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് ഒത്തിരി കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ ശരീരത്തിൽ ആൻഡ്രോജൻ വളരെ കൂടുതലായിരിക്കും. ഇൻസുലിൻ സ്പൈക്ക് കൂടുന്നത് കൊണ്ട് തന്നെ ആൻഡ്രോജൻ വളരെ കൂടുതലായിരിക്കും. അങ്ങനെയും നമുക്ക് ആക്നേസും പിമ്പിൾസും വരാനുള്ള ചാൻസസ് കൂടുതലാണ്. രണ്ടാമത്തെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ വരുന്നത് എക്സിമ എന്ന് പറയുമ്പോൾ ലീക്കി ഗട്ട് ഇഷ്യൂ ആണ്. അപ്പോൾ ഈ ലീക്കി ഗട്ട് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്രെയിൻസ്, ധാന്യങ്ങൾ നമ്മുടെ ഫുഡിൽ കൂടുതലുള്ളവരാണെങ്കിൽ, പ്രത്യേകിച്ച് ഈ ധാന്യങ്ങളിൽ ഗ്ലൂട്ടൻ എന്ന് പറയുന്ന ഒരു പദാർത്ഥം അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ സ്റ്റൊമക്കിൻ്റെ ലൈനിങ്ങിനെ നശിപ്പിക്കാനായിട്ട് ഇടയാക്കും. അപ്പോൾ നമുക്ക് ഈ ലീക്കി ഗട്ട് ഇഷ്യൂസ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇനി മൂന്നാമത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് റോസേഷ്യ. നമ്മുടെ ഈ രണ്ട് ചീക്കിൻ്റെ ഭാഗത്തും നല്ല ചുമന്നിരിക്കുന്ന ഒരു അവസ്ഥ, അതിനെ റോസേഷ്യ എന്നാണ് പറയുന്നത്. നമ്മുടെ ബാക്ടീരിയയുടെ ഇംബാലൻസ് കാരണം, ഗട്ടിലെ ബാക്ടീരിയയുടെ ഇംബാലൻസ് മൂലം വരുന്ന ഒരു കണ്ടീഷനാണ് ഈ റോസേഷ്യ എന്ന് പറയുന്നത്. അടുത്തൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഫ്ലേക്ക് ആവുന്നത്, ഡ്രൈ ആവുന്നത്, ഇങ്ങനെ പറഞ്ഞു പോരുന്ന പോലെ വരുന്നത്. ഈ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മൾ കൂടുതലായിട്ടും ഈ സീഡ് ഓയിൽസ് കൺസ്യൂം ചെയ്യുന്നവരാണെങ്കിൽ, അതായത് സൺഫ്ലവർ, സോയ, കനോല, അതേപോലെ തന്നെ സാഫ്ലവർ, ഈ പോലുള്ള ഈ സീഡ് ഓയിൽസ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നവരുടെ ശരീരത്തിൽ ഒമേഗ-6 ഫാറ്റി ആസിഡിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന ആൾക്കാർക്കും നമുക്ക് ഈ ഡ്രൈ സ്കിന്നും ഫ്ലേക്കി സ്കിന്നും വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇതിന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്? പ്രൊബയോട്ടിക് ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. പ്രൊബയോട്ടിക് എന്ന് പറയുമ്പോൾ നമുക്ക് കേർഡ് ഉണ്ട്, യോഗർട്ട് ഉണ്ട്, കിംചി ഉണ്ട്, കേഫിർ ഉണ്ട്. ഇതൊക്കെ നമുക്ക് പ്രൊബയോട്ടിക് വിഭാഗത്തിൽപ്പെട്ടതാണ്. അതുമാത്രമല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള മീറ്റ്, അതായത് ന്യൂട്രിയൻ ഡെൻസ് ആയിട്ടുള്ള, പ്രോട്ടീൻ ഡെൻസ് ആയിട്ടുള്ള മീറ്റ് നമ്മുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണം. ഏത് മീലിൻ്റെ കൂടെയായാലും, ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ലഞ്ച് ആയാലും ഡിന്നർ ആയാലും, നമ്മൾ പ്രോട്ടീൻ മെയിനായിട്ട് അതിൻ്റെ കൂടെ ഉൾപ്പെടുത്താനായിട്ട് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ഓരോ മീലിൻ്റെ കൂടെ നമുക്ക് പ്രോട്ടീൻ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്, നമ്മൾ കാർബോഹൈഡ്രേറ്റും റിഫൈൻഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് വളരെയധികം കുറയ്ക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം നല്ലതാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ സ്കിൻ ഇഷ്യൂസ് ഒക്കെ ഉള്ളവർ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുന്നത് വളരെയധികം നല്ല കാര്യമായിരിക്കും. പിന്നെ ഷുഗറി ഫുഡ്സൊക്കെ അവോയ്ഡ് ചെയ്യുന്നതും നല്ലതായിരിക്കും. പിന്നെ ഒമേഗ-3 ഫാറ്റി ആസിഡ് ധാരാളമുള്ള ഫുഡുകൾ നിങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ ചാള, അയല പോലെയുള്ള സാൽമൺ, ട്യൂണ പോലെയുള്ള മത്സ്യങ്ങളിൽ ധാരാളം ഒമേഗ-3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും നിങ്ങൾ നിങ്ങളുടെ ഒരു ലഞ്ചിലോ അഥവാ ഡിന്നറിലോ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ അത്യാവശ്യം സാലഡും കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ടും ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹെൽത്തി, ബൈ.